രക്തസാക്ഷിയായ പോളിഷ് വൈദികനെ വാഴ്ത്തപ്പെട്ട നിലയിലേക്ക് ഉയർത്തി. കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് പോളണ്ടിൽ ക്രിസ്തുവിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച വൈദികനായ മിഖാവോ റപ്പാൽസിനെ വാഴ്ത്തപ്പെട്ട പദത്തിലേക്ക് ഉയർത്തി. 1904 സെപ്റ്റംബർ 14 പോളണ്ടിലെ ക്രാക്കോവ് നഗരത്തിലുള്ള ടെൻഷ്യൻ എന്ന സ്ഥലത്തായിരുന്നു മിഖാവോവിന്റെ ജനനം. 1926 ക്രാക്കോവിലെ സെമിനാരിയിൽ വൈദിക പരിശീലനം ആരംഭിച്ച അദ്ദേഹം 1931 ഫെബ്രുവരി 1 പൗരോഹിത്യം സ്വീകരിച്ചു. പോവ്കിയിലെ ഇടവകയിൽ സഹവികാരിയായി അജപാലന ദൗത്യത്തിനും തുടക്കമിട്ട റപ്പാൽസ് 2 വർഷത്തിനു ശേഷം റൈൽസ എന്ന സ്ഥലത്ത് സേവനത്തിനായി നിയുക്തനായി. 1937 പോവ്കിയിലെ ഇടവകയുടെ ചുമതലയുമായി അവിടെ തിരിച്ചെത്തി. എന്നാൽ 1939 ജർമ്മൻ ആധിപത്യവേളയിൽ അജപാലന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് പരിമിതമാക്കേണ്ട സാഹചര്യമുണ്ടായി. യുദ്ധാനന്തരം കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിന് കീഴിലായ പോളണ്ടിൽ ഭരണ നേതൃത്വം വിശ്വാസത്തിനെതിരെ തിരിഞ്ഞു. കത്തോലിക്ക സഭയ്ക്കെതിരായിരുന്നു പോളിഷ് ഭരണകൂടത്തിന്റെ പോരാട്ടം. 1946 മെയ് 11 20ഓളം പേരടങ്ങിയ ഒരു സായുധ സംഘം പോവ്കിയിലെ വൈദിക മന്ദിരത്തിലെത്തി. മൈക്കിൾ റപ്പാൽസിനെ വനത്തിലേക്കാണ് പിടിച്ചുകൊണ്ടുപോയത്. വൈകാതെ 41കാരനായ വൈദികന് നേരെ കമ്മ്യൂണിസ്റ്റ് അധികാരികൾ നിറയൊഴിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അടുത്ത ദിവസം ഏതാനും കർഷകരാണ് വാഴ്ത്തപ്പെട്ട റപ്പാൽസിന്റെ ചേതനയേറ്റ ശരീരം കണ്ടെത്തിയത്. ജനുവരി 24 ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം അംഗീകരിച്ചിരുന്നു. മെത്രാന്മാരും വൈദികരും സന്യസ്തരും ഉൾപ്പെടെ 1800ഓളം പേർ ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുത്തു.